കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാർഷിക ആരോഗ്യ പാർപ്പിട വിദ്യാഭ്യാസ ഗതാഗത ഭിന്നശേഷി മേഖലകൾക്ക് പ്രാധാന്യം നൽകി മഞ്ചേരി നഗരസഭാ ബജറ്റ് 145,64,17,402 രൂപ വരവും 142,44,88,494 രൂപ ചെലവും 3,21,28,908 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ ഗവൺമെന്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പദ്ധതികളായിട്ടും ബജറ്റായിട്ടും വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ പദ്ധതിയിലും ഒപ്പം തന്നെ ബജറ്റിലും പ്രത്യേകമായി നമ്മൾക്ക് പരാമർശിക്കാനുള്ളത് നൂതന പ്രൊജക്ടുകൾ, അതായത് ഗവൺമെന്റിന്റെ സാങ്ഷൻ അയച്ച് ഗവൺമെന്റ് അംഗീകാരം നൽകിയ ശേഷം നടപ്പിലാക്കാൻ പറ്റുന്ന ജന ഉപകാരപ്രദമായിട്ടുള്ള ഇതുവരെ മറ്റാരും ചിന്തിക്കാത്ത പുതിയ പദ്ധതികളും പ്രൊജക്ടുകളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ ഒരു സന്തോഷമാണ്. മഞ്ചേരി ഹെറിറ്റേജ് സിറ്റി പദ്ധതിക്കായി 25 ലക്ഷം, ബ്യൂട്ടി സ്പോട്ട് വിത്ത് കളർ കോഡ്സ് പദ്ധതിക്ക് 10 ലക്ഷം, മഞ്ചേരി നിത്യ മാർക്കറ്റ് നവീകരിച്ച് ആധുനിക രീതിയിലുള്ള അർബൻ സ്ക്വയർ പദ്ധതിക്ക് 100 കോടി രൂപയുടെ DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കണ്ടെത്തും. വനിതകൾക്കായി ഡ്രൈവിംഗ് പരിശീലനം, ഷീ ഡ്രൈവ് പദ്ധതിക്ക് 15 ലക്ഷം, വനിതകൾക്ക് യോഗ, വ്യായാമം പരിശീലനം 2 ലക്ഷം, ദമ്പതിമാർക്ക് അയൺ ആൻഡ് ഫോളിക് ആസിഡ് മരുന്നുകൾ നൽകും. വിവിധ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്തി PPP മോഡലിൽ നിർമ്മിക്കും. KSRTC ഡിപ്പോ, ജനറൽ ആശുപത്രി എന്നിവയ്ക്ക് സർക്കാർ അനുമതി ലഭിക്കുന്ന പക്ഷം അടിസ്ഥാന സൌകര്യങ്ങൾ നഗരസഭ ഒരുക്കും. അഹമ്മദ് കുരുക്കൾ സ്മാരക ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ യാത്രക്കാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ സജ്ജമാക്കും. SC വിദ്യാർത്ഥികൾക്ക് ഫിനിഷിംഗ് സ്കൂളുകൾ ഉയരെ 15 ലക്ഷം, മെന്റൽ ഹെൽത്ത് ഹെയർ സപ്പോർട്ട് സെന്റർ ആരംഭിക്കും. എലമ്പ്രയിൽ സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 30 ലക്ഷം, സ്കൂളുകളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി 4.5 കോടി, യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് വയോജന ക്ലബ് രൂപീകരിക്കുന്നതിനായി 5 ലക്ഷം, മത്സ്യമാംസ റീറ്റെയിൽ മാർക്കറ്റ് നവീകരിക്കുക, കുടുംബശ്രീ മുഖേന 3 വില്ലേജുകളിലും ആഴ്ചച്ചന്ത, ക്ഷീര കർഷകർക്ക് ചാണകം പാക്ക് ചെയ്ത് ഓൺലൈൻ വിപണനം, വേട്ടേക്കോട് മിനി വ്യവസായ എസ്റ്റേറ്റ് പൂർത്തീകരണം, വ്യാപാരികൾക്ക് ഇ-കൊമേഴ്സ് പരിശീലനം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നീന്തൽ പരിശീലനം, ജോലിക്ക് പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികളുടെ സംരക്ഷണത്തിനായി സ്നേഹക്കൂട് കെയർ സെന്റർ യാഥാർത്ഥ്യമാക്കും. ഓരോ സ്കൂളിനോടനുബന്ധിച്ചും ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ പരിശീലനം, പ്രീമാരിറ്റൽ കൌൺസിലിംഗ് സെന്റർ, ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് എല്ലാ പ്രായത്തിലുള്ള കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായി പ്രധാന സ്കൂളുകളിൽ സ്റ്റേ ബാക്ക് സൌകര്യം സുരക്ഷിതം ഒരുക്കും. ഭിന്നശേഷി കുട്ടികൾക്കായി സ്പെഷ്യൽ ഗ്രൌണ്ടും പരിശീലനവും നൽകും. പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്ന വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് കുറഞ്ഞ ചെലവിൽ മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിന് ഗുണഭോക്താക്കളെയും മെറ്റീരിയൽ ദാതാക്കളെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കും. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കിണർ റീചാർജിംഗ്, പൊതുകുളങ്ങളുടെ സംരക്ഷണം, പട്ടർകുളം കുടക്കല്ല് സംരക്ഷണം, നഗരസഭാ കാര്യാലയത്തിലും 3 ബസ് സ്റ്റാൻഡുകളിലും CCTVയും സജ്ജമാക്കും. ബജറ്റ് അവതരണ യോഗത്തിൽ ചെയർപേഴ്സൺ വലാഞ്ചിറ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ വലാഞ്ചിറ സക്കീർ, KP ഉമ്മർ, MV അബൂബക്കർ, റിസ്വാന സാദിഖ് കുളമഠത്തിൽ, ഷാനിബ ഫൈസൽ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.